ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് കാനഡ സീരീസാണ്. കാനഡ സീരീസിൽ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വാൻകൂവറിൽ ലിൻ കാനിയോൺ പാർക്ക് എന്നുള്ള സ്ഥലത്തേക്കാണ്. ഇത്രയും ദിവസം നമ്മൾ ഡൗൺ ടൗൺ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഒരു നാച്ചുറൽ പാർക്കാണ്, ഒരു അഡ്വഞ്ചറസ് പാർക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ ലിൻ കാനിയോൺ പാർക്ക് ഫുൾ ആൻഡ് ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇത് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാലമാണ്. ഇത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നു. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടും സാറ്റർഡേ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല. നമ്മൾ പോകുമ്പം തന്നെ എൻട്രൻസിൽ ഒരു പാലമാണ് ഉള്ളത്, ചെറിയ പാലം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്നത്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ വീതി കുറഞ്ഞ നീളക്കൂടുതലുള്ള ഒരു പാലമാണ്. ഇത് ഒരു 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടിച്ച് പോകാം, അങ്ങനെയുള്ള ഒരു ചെറിയ വീതിയുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഞങ്ങളും അതിൽ കയറി തുടങ്ങി. നമ്മൾ അവിടെ പോകുമ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് റിസ്ക്കാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാമറ തെന്നിപ്പോകാൻ ഇടയുണ്ട്. എന്നാലും ഞങ്ങൾ വലിയ ത്രില്ലിങ്ങോടെ അതിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പാലത്തിൽ നടക്കുമ്പം തന്നെ നമുക്ക് 2 സൈഡും നോക്കുമ്പം നല്ല കാഴ്ചകളാണ്, അത്ഭുതമായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. ചെറിയ ചെറിയ അരുവികളും സ്ട്രീംസും മരങ്ങളും വാനോളം കണ്ടു നിൽക്കുന്ന മരങ്ങളും ആ വെള്ളത്തിൻ്റെ സൗണ്ടും എല്ലാം നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോകത്ത് എല്ലാ സ്ഥലത്തേക്കാളും കാനഡയിലാണ് മരങ്ങൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. അത് സത്യമാണ്. ഇവിടെ എവിടെ നോക്കിയാലും മരങ്ങളാണ്. നല്ല ഒരു പാതുകാത്ത് കൊണ്ടുപോകുന്നുണ്ട്. പണ്ടൊക്കെ വലിയ വലിയ ഓഫീസുകളിലും ഹോട്ടലിലും ചില വീടുകളിലുമൊക്കെ ഇതുപോലത്തെ സീനറീസ് വാൾപേപ്പേഴ്സായിട്ട് ഒട്ടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിശയിക്കും, ഇവിടെ ഇതുപോലെയും സ്ഥലങ്ങളുണ്ടോ എന്ന് അതിശയിച്ചു പോകും. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ നേരിട്ട് കാണാൻ ഇടയായതുപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല പ്രകൃതി, എവിടെ നോക്കിയാലും പച്ചപ്പും വാനോളം ഉയർന്ന മരങ്ങളും അരുവികളും എല്ലാം നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു. സസ്പെൻഷൻ ബ്രിഡ്ജ് ചെന്ന് കയറുന്നത് വേറൊരു ഉയർന്ന സ്ഥലത്തിലേക്കാണ്. അവിടെ ഇരുന്ന് നമ്മുടെ യാത്ര തുടങ്ങും. ഫുൾ ആൻഡ് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ അവർ വുഡ് കൊണ്ടും കല്ലുകൊണ്ടും ചെറിയ വാക്കിംഗ് സ്പേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നോക്കി പോകാം. ഇവിടെ വന്യമൃഗങ്ങളായിട്ട് കറുത്ത കരടി ഉണ്ടെന്ന് എഴുതി വച്ചിരിക്കുന്നത് കണ്ട്. അങ്ങനെ കുറേ നടന്നപ്പോൾ
അവിടെ ഒരു മാപ്പ് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് റൂട്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് ലെഫ്റ്റ് സൈഡിൽ 30 ഫൂട്ട് പൂളും റൈറ്റ് സൈഡിൽ ട്വിൻ ഫാൾസുമാണ്. അപ്പോൾ ഞങ്ങൾ ട്വിൻ ഫാൾസ് കാണാമെന്ന് കരുതി റൈറ്റ് സൈഡിലേക്ക് നടന്നു തുടങ്ങി. കുറച്ച് ദൂരത്തേക്ക് വാക്കിംഗ് സ്പേസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെറും കല്ലും മണ്ണും ഒരുപാട് നടക്കാൻ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ നടന്നത്. ഒരുപാട് ഏറ്റവും ഇറക്കവും ഭയങ്കര റിസ്ക്കായിരുന്നു. ഇത് നമ്മൾ ഷൂ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇത് സ്റ്റഡിനെസ് കിട്ടില്ലായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഒരുപാട് നല്ല പാത ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നടക്കാം. അങ്ങനെ നടന്ന് ട്വിൻ ഫാൾസിലേക്ക് എത്തി. ട്വിൻ ഫാൾസ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെയുള്ള ചെറിയ അരുവിയിലിരുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ഒരു പോണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നു. പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ പിന്നെയും ഒഴുകി ഓടുന്നു. അതിൽ ഒരുപാട് പേര് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ സ്ഥിരം വരുന്നവരായിരിക്കും. പാലത്തിൻ്റെ മുകളിലിരുന്ന് താഴോട്ട് ഡൈവ് ചെയ്തിട്ട് അവിടെ നിന്ന് അടിയിൽ കൂടി വെള്ളത്തിൽ വന്ന് പിന്നെ അവിടെ ഇരുന്ന് പിന്നെയും ഡൈവ് ചെയ്ത് ഇങ്ങനെയാണ് അവർ സ്വിം ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പ്രാക്ടീസുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അവിടത്തിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയേ വേണ്ട, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവിടെ കിടക്കുന്നത്.
ട്വിൻ ഫാളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങാനുള്ള കയറ്റമായിരുന്നു. നമ്മൾ ഇത്രയും സമയം ഇറങ്ങുകയായിരുന്നു, ഇനിയിപ്പോൾ കയറ്റമാണ്. അത് തന്നെ ഇറങ്ങാൻ തന്നെ 1.5-1.25 മണിക്കോളം ആയി. ഇനി കയറാനും അതുപോലെ ആകുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അവിടെ ഒരുപാട് സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കയറി തുടങ്ങി. എന്ത് കാടായാലെന്താ, എന്ത് നാടായാലെന്താ, അവിടുത്തെ വൃത്തിക്ക് ഒന്നും പകരം വീട്ടാൻ കഴിയില്ല. ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു ചോക്ലേറ്റ് റാപ്പർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ക്ലീൻ ഫോറസ്റ്റാണ്. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.